ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് വെയിൽ തെളിഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് നേർച്ചയ്ക്ക് പോയായിരുന്നു. ഞാൻ 2-3 വർഷം മുമ്പ് നേർച്ച നേർന്നായിരുന്നു. ഞാൻ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ വന്നപ്പോഴൊക്കെ നേർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം വെയിലിന് നല്ല ചൂടൊന്നും ഇല്ലായിരുന്നു, വെയിലുണ്ടെങ്കിലും ചൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ നീന്തുന്നിടത്ത് ഈ മഴവെള്ളം എല്ലാം വെച്ച് സെറ്റായി കിടന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എങ്കിലും പിന്നെ ആദ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളപ്പോൾ ഒന്നും എനിക്കത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഭയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ പ്രായം മുന്നോട്ട് ചെല്ലുന്തോറും നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. എൻ്റെ വലത് കൈക്ക് വേദനയുള്ളതുകൊണ്ട് ആ വലത് കൈ കുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും അത് ഒരു 2 മണിക്കൂർ എടുത്തും വെച്ച് ഞാനത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2-2.5-3 കിലോമീറ്റർ എനിക്ക് തോന്നുന്നുണ്ട് മൊത്തം ഇത് നീന്തി കയറാനെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനത് ഭംഗിയായിട്ട് നീന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നീന്തി വന്ന് കയറുന്നത് മാതാവ് പാൽക്കാരൻ കുട്ടിക്ക് പ്രത്യക്ഷനായ ആ പള്ളിയിലേക്കാണ് കയറുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഞാൻ നീന്തി കയറിയ സ്ഥലത്തു നിന്ന് പള്ളിയുടെ അവിടെ നിന്ന് ബാക്കിലോട്ടുള്ള വ്യൂ. അപ്പം ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ നേർച്ച നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്.